നമസ്കാരം. ഇലക്ഷൻ പ്രഹസനത്തിന്റെ പുതിയ ഇതിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വെയിലിന്റെ ചൂടും അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പ് ചൂടും പിന്നെ മറ്റെന്തൊക്കെയോ ചൂടുകൊണ്ട് നമ്മൾ ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോഴും അങ്ങ് അറബി നാട്ടിലെ മണലാരണ്യങ്ങളിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ചോര നീരാക്കി അവരുടെ സമ്പാദ്യം നാട്ടിലേക്ക് അയക്കുന്ന പ്രവാസികളെ നമ്മൾ മറന്നുപോകുന്നു. ആരൊക്കെ എന്തൊക്കെ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റുമോ എൻ്റെ ഇന്ദുവിനെ? അല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ പറഞ്ഞു വന്ന് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇലക്ഷൻ പ്രഹസനം 2019 അതിഥിയായി എത്തുന്നത് പ്രവാസികളിൽ ഒരാളായ ശ്രീമാൻ പ്രഹ്ലാദനും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശ്രീമതി മിസിസ് പ്രഹ്ലാദനുമാണ്. ഓക്കെ, മിസ്റ്റർ പ്രഹ്ലാദൻ, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് താങ്കളുടെ ജീവിതത്തിന്റെ ഇത്ര അടുത്ത ഭാഗമായി മാറിയത്? ഇത്ര അടുത്ത ഭാഗമായി മാറിയത്? അതെ അതെ. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ ജീവിതത്തിൽ ആവശ്യമാണ്. തെറ്റായ തെരഞ്ഞെടുപ്പുകൾക്ക് നമ്മൾ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ പണ്ട് കുറെ കാലം മുമ്പ് ഞാനൊരു തെരഞ്ഞെടുപ്പ് നടത്തിയായിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ണുമിഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്? താങ്കളുടെ പ്രിയ പത്നിയോ? പത്നിയല്ല, കമലം. മിസിസ് പ്രഹ്ലാദൻ. പ്രഹ്ലാദനല്ല, കമലം, അത് മതി. മിസിസ് കമലം, ഈ തെരഞ്ഞെടുപ്പിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആര് ജയിച്ചാലും തോറ്റാലും എൻ്റെ വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കണത് ഞാൻ തന്നെയല്ലേ. അപ്പൊ പിന്നെ എനിക്കിതിനോടൊന്നും യാതൊരു യോജിപ്പില്ല. പിന്നെ എല്ലാ രാഷ്ട്രീയക്കാരും എൻ്റെ കെട്ടിയനും ഒരുപോലെ തന്നെയാ. അതെന്താണ് മിസിസ് കമലം അങ്ങനെ പറഞ്ഞത്? അതെന്താണെന്നോ, ഇലക്ഷന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് കാണൂല, അത്ര തന്നെ. മിസ്റ്റർ പ്രഹ്ലാദൻ, താങ്കളുടെ ഭാര്യ അതിഭീകരമായ ഒരു ആരോപണമാണ് താങ്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. 5 വർഷം കൂടുമ്പോഴാണ് വരുന്നതെന്നും ഒരു ഇലക്ഷൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല എന്നൊക്കെയാണ് താങ്കളുടെ ഭാര്യ പറഞ്ഞിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇതിനോട്, എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? എന്ത് ഉത്തരമാണ് താങ്കൾ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ താങ്കളുടെ പ്രിയ പത്നിക്കും നൽകാൻ ഉദ്ദേശിക്കുന്നത്? അതൊരു കടങ്കഥയാണ്. അയ്യോ, കടങ്കഥ പറഞ്ഞ് കളിക്കേണ്ട സ്ഥലമല്ല അത്. കടങ്കഥയല്ല, അതൊരു കടങ്കേറിയ കഥയാണ്. ഈ പ്രിയതമയില്ലേ, ആര്? കമലം. ഈ പ്രിയതമയെ കെട്ടിയതിന് ശേഷം എനിക്കൊരു 2 ലക്ഷം രൂപ കടമായി. അല്ലെങ്കിൽ ഇപ്പൊ കടമൊന്നും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ഈ കടം മാറ്റാൻ വേണ്ടി ദുബായിലേക്ക് ചെന്നു. അങ്ങ് മണലാരണ്യത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കടം ആ പൈസ കൂടി ഇങ്ങോട്ട് അയച്ചു കൊടുത്തു 2 ലക്ഷം രൂപ. അപ്പൊ അവിടെ കടമായി, അവിടെ 4 ലക്ഷം രൂപ കടമായി. അവിടുത്തെ കടം മാറ്റാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് കട ഒഴിച്ചു തരാൻ പറഞ്ഞു, കാശ് അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ആ കാശും ഈ കാശും കൂടി മൊത്തം കടത്തിലായി. അപ്പൊ ഇവിടുന്ന് കാശ് അയച്ച് അങ്ങോട്ട് വെച്ചപ്പോ ഇവിടെ കടായി. അപ്പൊ അവിടെ ചെന്നപ്പോ ബാക്കി കട അവിടെ ഉള്ളതുകൊണ്ട് അവിടെയും കടായി, മൊത്തം കടമായി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മിസ്റ്റർ പ്രഹ്ലാദൻ, താങ്കൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ മാത്രമാണോ താങ്കൾ നാട്ടിലേക്ക് ഒരുങ്ങുന്നത്? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതുപോലെ മറ്റു ഉപതെരഞ്ഞെടുപ്പുകൾ, ഇതിനൊന്നും വോട്ട് ചെയ്യാൻ താങ്കൾക്ക് താല്പര്യമില്ല? അതെ പൊന്നു സാറേ, അതിന്റെ മറുപടി ഞാൻ പറയാം. ഇങ്ങേര് ഓരോ ഇലക്ഷന് വരുമ്പോഴും ഓരോ അണികളെ വീട്ടിൽ തന്നിട്ടാ പോകുന്നത്. ഇനി ഇങ്ങേര് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇയാള് വന്ന് അവസാനം എൻ്റെ വീടൊരു വാർഡായി മാറും. വോട്ട് രേഖപ്പെടുത്താൻ വരുന്നു, അണികൾ ഉണ്ടാകുന്നു. അതിനെനിക്ക് താല്പര്യമില്ല. ഇന്ന് കേരളത്തിൽ ഒരു വീട്ടിൽ നിന്ന് മാക്സിമം എത്ര വോട്ട് കിട്ടും? ഒരു 4-5 വോട്ട് വേണ്ട, ഒരു 8-10 വോട്ട് കിട്ടും. പക്ഷെ എന്റെ ലക്ഷ്യം അതല്ല. എന്റെ ലക്ഷ്യം എന്ന് വെച്ചാല് എന്റെ വീട്ടിൽ നിന്ന് മാത്രം ഒരു 25 വോട്ടെങ്കിലും കിട്ടും എനിക്ക്. അതാണ് എന്റെ ലക്ഷ്യം. ഈ ഉദ്ദേശം കൊണ്ട് അങ്ങ് വന്ന മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. രാഷ്ട്രീയവും ദാമ്പത്യ ജീവിതവും ഒരുപോലെ കൊണ്ടുപോകുക എന്നത് തീർച്ചയായും ശ്രമകരമായ ഒരു ജോലിയാണ്. എന്നാൽ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന മാതൃകാ ദമ്പതികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എങ്ങനെയാണ്? എന്റെ പൊന്നു സാറേ, അതൊന്നും അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സാറിനറിയോ, ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികള് പ്രകടന പത്രിക കൊടുക്കില്ലേ, പ്രകടന പത്രിക, അത് കൊടുക്കുന്ന പോലെ ഇങ്ങനെ തന്നെ കല്യാണം കഴിച്ചപ്പോ എന്തൊക്കെയായിരുന്നറിയോ? ദുബായിൽ കൊണ്ടുപോകാം, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാം, പിന്നെ എൻ്റെ അനിയനെ ബിസിനസ് തുടങ്ങാൻ കാശ് തരാം, 10 നില വീട് നാട്ടിൽ പണിയാം. ഇതൊന്നും ഇതുവരെ ഞാൻ നടന്നു കണ്ടില്ല. എന്നിട്ട് മിസ്റ്റർ പ്രഹ്ലാദൻ, എന്റെ പൊന്നു സാറെ, പച്ച കള്ളമാണ് ഈ പറയുന്നത്. എന്ത് കള്ളോടി നീ പറയുന്നത്?
സാറേ ഇവളെ കല്യാണം കഴിച്ചിട്ട് 2 ലക്ഷം രൂപ എനിക്ക് കടമായി. ഇവിടെ നാട്ടിൽ നിക്കക്കളി ഇല്ലാണ്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെയും കടമായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ നേരത്തെ കാര്യം. അത് പോരാണ്ട് ഞാൻ ഇവിടെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണമെന്ന്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇവിടെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണമെന്ന്. അതൊക്കെ പോട്ടെ, കണക്ക് പരീക്ഷ പോലും പാസ്സാവാത്ത ഇവളുടെ അനിയന് അവിടെ കച്ചവടം തുടങ്ങണമെന്ന്. ബിസിനസ്. അതെ, പറഞ്ഞ കാര്യങ്ങൾ പോലും ഓർമ്മയില്ല. അവിടെ ബിസിനസ് തുടങ്ങാന്നല്ലോ നിങ്ങൾ. നാട്ടിലെ ബിസിനസ് തുടങ്ങാൻ കാശ് അയച്ചു കൊടുക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ഇവന്റെ അനിയൻ 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഇവളുടെ അനിയൻ എങ്ങനെയാണ് ഞാൻ കാശ് കൊടുക്കേണ്ടത്? താങ്കളൊന്ന് പറയൂ. അതും പോരാണ്ട് 10 നില വീട് വേണമെന്ന്. 10 നില വീട് എന്ന് പറയുമ്പോൾ പിന്നെ ഫ്ലാറ്റ് ആയില്ലേ? അതാണ് ഇവിടുത്തെ വിഷയം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. കാരണം ഇദ്ദേഹം ഈ കടം കേട്ടില്ലേ, ഇദ്ദേഹത്തിൻ്റെ കഥ നിങ്ങൾ കേട്ടില്ലേ, ഇത് മൂലമുണ്ടാകുന്ന സ്ട്രെസ്സിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടായിരിക്കാം ഇദ്ദേഹം എലക്ഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞ് മുഴുവൻ സമയം അതിലേക്ക് മുഴുകുന്നത്. എന്റെ പൊന്ന് സാറേ, ഇങ്ങേർക്ക് അതിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല, ഒരു ആത്മാർത്ഥതയില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാതിരിക്കാൻ ചുമ്മാ ഇയാൾ പോയി ഇറങ്ങുന്നതാ. അതല്ലാതെ ഇയാൾക്ക് ഒരു കിണ്ടി അറിഞ്ഞൂടാ. സാറിനറിയോ വീട്ടിലെ അടുപ്പ് പുകയുന്നുണ്ടോന്ന് പോലും ഇയാൾ അന്വേഷിക്കാറില്ല. എവിടെയാണ് നമ്മുടെ വീട്ടിൽ അടുപ്പ്? നിനക്ക് അടുപ്പിൽ ഊതാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഗ്യാസ് സ്റ്റോപ്പ് സ്റ്റൗ അവിടെ നിന്ന് അയച്ചു തന്നിരുന്നത്? എന്ത്? നിനക്ക് അടുപ്പിൽ ഊതാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അവിടെ നിന്ന് ഗ്യാസ് സ്റ്റോപ്പ് സ്റ്റൗ അയച്ചു തന്നത്? പച്ച കള്ളമാണ് സാറേ പറയുന്നത്. എനിക്ക് വേറെ സംശയമുണ്ട്. സത്യത്തിൽ വീട് പണിയൊക്കെ നിങ്ങൾ തന്നെയാണ് എടുക്കുന്നത്? എല്ലാത്തിന്റെയും കണക്ക് എന്റെ കയ്യിലുണ്ട് സാറേ. ഇദ്ദേഹം ഈ അടുപ്പിൽ ഊതിയാണ് ഇങ്ങനെ ഈ ആസ്മ പിടിച്ചത്. ഇടയ്ക്കിടയ്ക്ക് കളിക്കണ്ടല്ലോ. അല്ല, എല്ലാത്തിന്റെയും കണക്ക് എന്റെ കയ്യിലുണ്ട്. എന്ത് കണക്കുണ്ട്? നിങ്ങളുടെ കാര്യത്തിനൊക്കെ അല്ലെങ്കിൽ എനിക്ക് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അങ്ങയുടെ കയ്യിൽ കണക്കുണ്ട്. ഇയാള് ഭക്ഷണം കഴിച്ചു കളഞ്ഞത്, കുമ്മായം മേടിച്ചത്, പോസ്റ്റർ ഒട്ടിച്ചത്, ഇതിന്റെ ഒക്കെ കണക്ക് എന്റെ കയ്യിലുണ്ട്. ഗ്യാസ് സ്റ്റൗ, പിന്നെ വീട്ടിലേക്ക് ഇവക്ക് മറ്റേ കാലിൽ മറ്റേ നഖം ഇതാക്കാൻ വേണ്ടി വേറെ സാധനം ഇതാക്കുന്ന സാധനം ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പല പല സാധനങ്ങൾ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മിഠായി, പെർഫ്യൂം, അത് ഇത് എല്ലാം ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും എൻ്റെ കയ്യിലും കണക്കുണ്ട് മോളെ. ഇങ്ങനെ ചെയ്തതിന്റെ ഒക്കെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നിനക്ക് എന്നോട് മാത്രമല്ലേ എൻ്റെ പ്രവർത്തനത്തിനോട് പുച്ഛമുള്ളേ? എലക്ഷൻ കഴിയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു. അയ്യോ, എലക്ഷൻ കഴിയാനൊന്നും നിൽക്കണ്ട, നിങ്ങളിപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ടേക്കും. അയ്യോ, അത് തൽക്കാലം നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ പാടില്ല എന്നാണ് എലക്ഷൻ പെരുമാറ്റച്ചട്ടം. എലക്ഷൻ കമ്മീഷന്റെ ഓർഡറാണ്. എന്നെ പൊന്നു സാറേ, ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ ഇവരെ കൊണ്ട് ഗുണമുള്ളൂ. നമ്മുടെ കുടുംബത്തെ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ തന്നെ വിചാരിക്കണം. ഓഹോ, അപ്പൊ പഞ്ചായത്ത് മെമ്പർ സുമേഷായിട്ടാണല്ലേ നിനക്ക്? അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. മിസ്റ്റർ പ്രഹ്ലാദൻ, ആ സ്ത്രീ പറഞ്ഞതൊരു നല്ല രീതിയിൽ എടുക്കൂ, പോസിറ്റീവായിട്ട് എടുക്കൂ. അല്ല, അതെന്ത് വർത്താനോട് പഞ്ചായത്ത് എനിക്ക് ചെറിയൊരു ഇത് കിട്ടിയായിരുന്നു. അതല്ല, ഇത് വളരെ പോസിറ്റീവായിട്ട് എടുക്കൂ. ഇത് ഒരു പ്രഹസനം പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രഹസനം ഇവിടെ ഇരുന്ന് കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. കാരണം ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഏതായാലും മാതൃകാ ദമ്പതികളായ പ്രവാസി സുഹൃത്ത് ശ്രീമാൻ പ്രഹ്ലാദനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലത്തിനെയും നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലും അവരുടെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. എലക്ഷൻ പ്രഹസനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ചർച്ച ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്നത് സാധാരണ ജനങ്ങളും പ്രേക്ഷകരും ചിന്തിക്കുന്നത് അടുത്ത അധികാരത്തിൽ ആര് വരും, തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നാണ്. എന്നാൽ പ്രഹ്ലാദൻ്റെ കുടുംബം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പ്രഹ്ലാദൻ്റെ പുതിയ സ്ഥാനാർത്ഥി ആരായിരിക്കും, അതുപോലെ തന്നെ മിസിസ് കമലത്തിൻ്റെ പുതിയ മണ്ഡലം ഏതായിരിക്കും എന്നാണ്. ഇതായിരിക്കും അവരുടെ കുടുംബത്തിൽ പ്രധാനമായും നടക്കാൻ പോകുന്ന ചർച്ച. ഈ പ്രഹസനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ പ്രഹസനവും പുതിയ അതിഥികളുമായി വീണ്ടും ഞാൻ അടുത്ത ദിവസം ഇതേ സമയം വരും. അതേവരെ ഗുഡ് ബൈ.